അന്തരിച്ച മുൻ ചാത്തന്നൂർ എം.എൽ.എയും കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ജി. പ്രതാപവർമ്മ തമ്പാന്റെ മൃതദേഹം വിവിധയിടങ്ങളിൽ പൊതുദർശനത്തിന് വെച്ചു. തേവള്ളിയിലെ ഭവനത്തിലും കോൺഗ്രസ് ഭവനിലും ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കൊല്ലം DCCയിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 കൊല്ലം തേവള്ളിയിലുള്ള വീട്ടിലെ ടോയ്ലറ്റിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ട അദ്ദേഹത്തെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 63 വയസ്സായിരുന്നു. ഹൃദയസ്തംഭനമാകാം മരണകാരണമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിൽ സജീവമായിരുന്നു. രാവിലെ 10 മണിയോടെ തേവള്ളിയിലെ ഭവനത്തിലും പിന്നീട് കൊല്ലം കോൺഗ്രസ് ഭവനിലും ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കൊല്ലം DCCയിൽ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി.
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് ജില്ലയിലെ അനിഷേധ്യനായ നേതാവായിരുന്നു ഡോക്ടർ ജി പ്രതാപവർമ്മ തമ്പാനെന്ന് VD സതീശൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയുമൊക്കെയായി സജീവമായ പ്രവർത്തനത്തിന് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയുള്ള വിയോഗം അപ്രതീക്ഷിതമായിരുന്നു. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്ന നേതാവിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതിനെല്ലാം കൂടിയുള്ള അംഗീകാരം കൂടിയായിരുന്നു അദ്ദേഹം പുതിയ CK സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി വന്നപ്പോൾ അദ്ദേഹം അതിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയത്. ഏറ്റെടുക്കുന്ന നിർദ്ദേശിക്കുന്ന ഏത് കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ഒരുപാട് വീക്ഷണങ്ങളുള്ള വിദ്യാസമ്പന്നനായ പുതിയ കാലത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വലിയ നഷ്ടമാണ് അദ്ദേഹം വഴി ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായ ഒരു ജ്യേഷ്ഠ സഹോദരനും ഒരു വഴികാട്ടിയും നേതൃത്വത്തെ എല്ലാം തെറ്റ് കണ്ടാൽ മുഖത്ത് നോക്കി ഒരു മടിയും കൂടാതെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിക്കുന്നു. കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടായ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ്. ആയിരക്കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊല്ലം DCC ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. 2001 ചാത്തന്നൂരിൽ നിന്നും നിയമസഭാംഗമായത്. കേരള സർവകലാശാല സെനറ്റ് അംഗം, KSU ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കൊല്ലം DCC പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കിളികൊല്ലൂർ, പേരൂർ, മുല്ലവനം വീട്ടിൽ P. ഗോപാലപ്പണിക്കരുടെയും K. ഭാരതിയുടെയും മകനായ തമ്പാൻ കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്.